കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ പണ്ടൊക്കെ നമുക്ക് കിട്ടിയിരുന്ന തേൻ മിഠായി, കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന തേൻ മിഠായിയാണ്. നല്ല സ്വാദുള്ളൊരു തേൻ മിഠായി ആണ് ഇത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ശരിയാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ദോശമാവാണ്. ഇന്നലെ ഞാൻ ഉഴുന്നും അരിയും കൂടി ആട്ടി വെച്ച് എടുത്താക്കണതാണ്. കട്ടിയായിട്ടിരിക്കണം കണ്ട. ഇത്രയും കട്ടിയിൽ നമ്മൾ അധികം വെള്ളം ചേർക്കാതെ വേണം ഈ ദോശയ്ക്ക് ആട്ടണ പോലെ ആട്ടിയിട്ട് ഇത് മാവ് എടുക്കാനായിട്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ആക്കാം. അതുപോലെ കട്ടിയിൽ വേണം ദോശമാവ് ആട്ടിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് തന്നെയാണ് ആട്ടിയെടുക്കണതെന്ന് വെച്ചാൽ 8 മണിക്കൂറോളം നമ്മളത് പുളിപ്പിക്കാൻ വെക്കണം. എന്നിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കണം. സോഡാപ്പൊടി ചേർത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഉൾഭാഗം നല്ല ഇങ്ങനെ ഹോളുകളായിട്ട് കിട്ടുള്ളൂ. അതിനു വേണ്ടിയാണ് സോഡാപ്പൊടി ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 തുള്ളി ഫുഡ് കളറാണ്. അതിന് ഞാൻ ഓറഞ്ച് കളറിലുള്ള ഫുഡ് കളറാണ് ചേർത്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഫുഡ് കളർ ചേർത്ത ഫുഡ് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഒരു നല്ല കളർ കിട്ടും. ഇനി നമുക്കിനി ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സാക്കാം. ഇതിപ്പോൾ ഞാനെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേ നേരം വെച്ച് ഇതാക്കണ്ട, നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്കിത് കുറേശ്ശെ ആയിട്ടെടുത്ത് ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കൈയൊന്ന് പതുക്കെ വെള്ളത്തിൽ മുക്കിയെടുത്ത് ഇതിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ എടുത്ത് ഓരോരോ ചെറിയ ബോളുകളായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. തീ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉള്ളു വേവേമില്ല. ചെറിയ ഫ്ലെയിമിലിടാം. ഷേപ്പൊന്നും നോക്കണ്ട, തന്നെ അത് കുമിള പോലെ വന്നോളൂ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ ബോളുകളൊക്കെ ഇപ്പോൾ നല്ല കളർ വന്നിട്ടുണ്ട്, നല്ലോണം വെന്തും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഫ്രൈ ചെയ്തത് എടുത്തിട്ടുണ്ട്. ഈ കളറിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണയൊന്നും ഇതുമേ പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് ബാക്കിയത്തെയും കൂടി ഇതുപോലെ വേവിച്ചെടുക്കാം. നമുക്ക് തേൻ മിഠായിക്ക് ആവശ്യമായിട്ടുള്ള ബോളുകളൊക്കെ ശരിയായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം ചേർക്കാം. ഇനി നമുക്ക് തേൻ മിഠായിക്കുള്ള ഷുഗർ സിറപ്പ് ശരിയാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൽ തന്നെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളവും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം. പഞ്ചസാര നല്ലോണം അലിഞ്ഞ് ഒരു സ്ട്രിങ് വരുന്ന വരെ നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്കിത് കുറച്ചൊന്ന് കട്ടിയാവണ വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. നമ്മുടെ പഞ്ചസാര സിറപ്പ് ശരിയായിട്ടുണ്ട്. ഇതേ വല്ലാതെ നല്ല കട്ടിയാവരുത്. ഈ പരുവത്തിലായി വരണം. കണ്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബോൾസുകൾ ഇതിലിട്ട് കൊടുക്കാം. ബോൾസ് എല്ലാം ഇതിലേക്കിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി ഈ പഞ്ചസാര സിറപ്പിൽ തന്നെ ഈ ബോളുകൾ കിടന്ന് ഇതിൻ്റെ സിറപ്പെല്ലാം ഈ ബോളുകൾ വലിച്ചെടുക്കും. ഒരു 30 മിനിറ്റോളം ഇതിൽ തന്നെ കിടക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇത്
അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും പഞ്ചസാര സിറപ്പ് പിടിക്കും. ഞാനിപ്പോൾ ഒരു 30 മിനിറ്റോളം പഞ്ചസാര ലൈനിയിൽ തന്നെ ഈ ബോൾസൊക്കെ ഇട്ട് വെച്ച് ഇപ്പോൾ എല്ലാ പഞ്ചസാര ലൈനിയും ഈ ബോളുകളും വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ തേൻ മിഠായി നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനിതിൽ ഓറഞ്ച് കളറാണ് ചേർത്താക്കണത്. കടയിൽ നിന്ന് നമുക്ക് വേറെ റെഡ് കളറിൽ കിട്ടും. ഞാനിപ്പോൾ ഇതിൽ ചേർത്താക്കണ കളർ തന്നെ അധികവും ചേർത്തിട്ടില്ല. കുറച്ച് കളറേ ഞാൻ ചേർത്തിട്ടുള്ളൂ. എന്നാലും നല്ല കളർ വന്നിട്ടുണ്ട്. പതിവ് പോലെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു കുക്കിംഗ് വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ.